അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആക്സസറീസ് ഡിസൈനിങ് ആണ്. അത് നമ്മളെങ്ങനെയാണ് കോറൽ ഡ്രോയിൽ ഏതൊക്കെ ടൂൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ആക്സസറീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഗാർമെൻറ്റിൻ്റെ കൂടെ നമ്മൾ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന എല്ലാം, പേഴ്സ്, ഷൂസ്, ബാഗ്സ്, ഹാറ്റ്സ്, ക്യാപ്സ്, ബെൽറ്റ്, ബാംഗിൾസ്, നെക്ക് ചെയിന്, ഇങ്ങനെ എല്ലാ അഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമ്മൾ എന്താ പറയുക, ആക്സസറീസ്, ഫാഷൻ ആക്സസറീസ്. പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളെല്ലാ സാധനങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാം നമ്മൾ ആക്സസറീസ് എന്നാണ് പറയാം. നമ്മൾ ഇതിലിപ്പം മെയിനായിട്ടും നമുക്ക് ആക്സസറീസ് അറിയാലോ, ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെയർ ബാൻഡിൽ നമ്മളെല്ലാം ചെയ്തിട്ടില്ല. ബോ ചെയ്തു വേറെ, പിന്നെ നമ്മളിത് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ ചപ്പലൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ, ചപ്പൽസ് ഒന്നുമില്ല. അതൊക്കെ ശരിക്കും അതിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ കിട്ടും കേട്ടോ. നമുക്ക് ആക്സസറീസിൽ സാധാ സ്ലിപ്പർ പോലത്തെ ഹീൽസ് അധികം ഇല്ലാത്ത ചപ്പലൊക്കെ നമുക്ക് സാധാരണ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ കുറച്ച് വാങ്ങാനുണ്ട്, അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെന്താണ്, ഇയർ മഫ്സ്, ഇത് ചെവി അടയ്ക്കുന്ന പോലത്തെ, ചെവി കാറ്റ് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ. പിന്നെ മിറ്റൺ, കുഞ്ഞുങ്ങളൊക്കെ കയ്യിലിടുന്നില്ലേ, കൈ തണുപ്പ് കിട്ടാണ്ടിരിക്കാനൊക്കെ മിറ്റൻസ്. പിന്നെ സാധാ നമ്മുടെ ഗ്ലൗസ് ചെയ്തല്ലോ നിങ്ങൾ, ഹെയർ പിൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആക്സസറീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഏതൊക്കെ ടൂൾസാണ് നമ്മൾ കോറൽ ഡ്രോ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മളിതിലിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഗാർമെൻറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോക്കി വരയ്ക്കുന്ന സമയത്തൊക്കെ പറഞ്ഞു കുറേ ടൂൾസിൻ്റെ പേരുകൾ. അത് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ ഇതിലും ഉപയോഗിക്കുന്നത്. ബേസിക് ടൂൾ ഉപയോഗിക്കുന്നുണ്ട്, ഫ്രീ ഹാൻഡ് ടൂളൊക്കെ ഉപയോഗിക്കും. പിന്നെന്താ, കേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് അല്ലേ, ബേസിക് ടൂള്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ഹാൻഡ് ടൂൾസൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് ആക്സസറീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇയറിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കേർവ്സും ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പം അങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ടൂളുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമുക്കിപ്പം വേറൊരു പിക്ചർ നോക്കിയിട്ട് അതിനെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഡിസൈനിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ ഏതെങ്കിലും ഡിസൈൻ ആക്സസറീസിൻ്റെ എടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തും കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കളർ അറിയാമല്ലോ, കളർ ഫില്ല് ചെയ്യാൻ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഏതാ കളേഴ്സ് എന്ന് വെച്ചാൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽ കളറും പിന്നെ ഫിൽ ടെക്സ്ചറൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഈ ടൂളൊക്കെ. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ടോപ്പിക്കിൽ ജസ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ ഒന്നും ചെയ്യുന്നില്ല. തിയറിയിൽ വരുന്ന ഒരു ടോപ്പിക്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ. ഏതൊക്കെ ടൂളുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതെന്ന് പഠിക്കുക. പിന്നെ ഇതൊക്കെ ശരിക്കും അതിൽ ചെയ്തതാണ്, ആക്സസറീസിൽ ചെയ്തതാണിത്, കോറൽ ഡ്രോയിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ ഒരു വൈറ്റ് കളർ വരണമെങ്കിൽ അവിടെ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് വരുത്തുന്ന പോലെ നമ്മൾ അന്ന് ഗാർമെൻറ്റ്, അതായത് റെൻഡറിങ് ചെയ്തപ്പം ഫാബ്രിക്കിൻ്റെ ചില പോർഷനിൽ നമുക്ക് ലൈറ്റ് വന്ന് വീഴുന്ന ഒരു പോർഷനൊക്കെ നമ്മളെങ്ങനെയാണ് ആ ഒരു ലൈറ്റിൻ്റെ എഫക്റ്റ് വരുത്താൻ വേണ്ടി അവിടെ കളറിൻ്റെ ചെറിയൊരു ഷെയ്ഡ് വൈറ്റ് ആക്കിയിട്ടൊക്കെ കൊടുക്കും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളിതിലും, നമ്മൾ ആ ടൂളുകളൊക്കെ തന്നെ നമുക്കിവിടെ ആവശ്യമുണ്ട്. ഇതിൽ ആ ഒരു ഷെയ്ഡിങ് പോലെ കൊടുക്കാനൊക്കെ നമുക്കത് വേണ്ടി വരും. അപ്പം നമുക്ക് ചിലപ്പോൾ ടെക്സ്ചേഴ്സ് ഉണ്ടാവും, ഓൾറെഡി അവിടെ കുറേ ടെക്സ്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്തിട്ട് ഫിൽ കളറിൽ ഓപ്ഷൻസിലുണ്ടല്ലോ ഫിൽ ടെക്സ്ചർ, അപ്പോൾ അങ്ങനത്തെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിലോ നമുക്ക് ഗ്രേഡിയൻ കളേഴ്സ് അറിയാമല്ലോ, ഇങ്ങനെ കളർ മിക്സ് ആയിട്ട് വരുന്ന പോലെ, ഒരു കളറിന് അടുത്ത കളർ ഇങ്ങനെ മിക്സ് ആയിട്ട് വന്ന് ഗ്രേഡിയൻ്റ് ആയിട്ട് ഉണ്ടാവും, ഏതെങ്കിലും ഒരു കളറിൻ്റെ ടിൻസോ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെയോ ഏത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇതിൽ കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ടൂള് നമ്മൾ അതായത് ഈ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഇതൊക്കെ കുറച്ച് എക്സാമ്പിൾ, ഹാൻഡ് ബാഗിൻ്റെ എക്സാമ്പിളാണ്, ഹാൻഡ് ബാഗ്സ് ചെയ്തത്. ഇത് ഫുട് വെയർ ഷൂ ഒക്കെ.
അപ്പം നമുക്ക് ഇതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഉള്ളത് കുറേ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. ഇയറിംഗ് ഒക്കെ ചെയ്യുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഞാനതല്ലാതൊരു വീഡിയോ സെൻഡ് ചെയ്ത് തരാം. ഒരു എങ്ങനെയാണത് ജസ്റ്റ് എന്താ പറയുക ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു വീഡിയോ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക എന്തായാലും. ഓക്കെ, താങ്ക് യു.